ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് നല്ലൊരു നമസ്കാരം. ഞാനിന്ന് വീട്ടിലിരിക്കുകയാണ് കേട്ടോ. ഇന്ന് പ്രത്യേകിച്ച് പ്രോഗ്രാമൊന്നുമില്ല. പിന്നെ നമ്മുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണെങ്കിൽ ഇപ്പം തിരുവനന്തപുരത്താണ് നടക്കുന്നത്. ഹരിവരാസനം എന്ന് പറഞ്ഞ പുതിയ ഫിലിമാണ്. അതിൽ ഓഡീഷനിൽ പങ്കെടുത്ത ആളുകൾക്കാണ് കൂടുതൽ അവസരം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകാൻ സാധിച്ചില്ല. ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ അതിനിടയിലെ ഒരു സന്തോഷം എന്ന് പറയുന്നത്, നമ്മുടെ കൂട്ടത്തിൽ തന്നെ നമ്മളോട് കൂടി സഹായിച്ചിരുന്ന ഒരു റസിയ അല്ലേ, നമ്മളെല്ലാവരും അറിയും റസിയ. അത് പുള്ളിക്കാരത്തി നമ്മുടെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രയത്നിക്കുകയും അങ്ങേയറ്റം വരെ പോയി ഓരോരോ മന്ത്രിമാരെയും ഓരോ കാര്യങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു. അതിന് എത്രമാത്രം നമുക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നുന്നു അല്ലേ. നമ്മുടെ ആർട്ടിസ്റ്റുകളുടെ കാര്യം വളരെ കഷ്ടത്തിലാണ്. നമുക്ക് ഇരിക്കാനായി ഒരു കസേരകൾ തരുമോ, അതുപോലെ തന്നെ നമുക്ക് യാതൊരു ഫെസിലിറ്റീസും ഇല്ല. ഇപ്പം നമുക്ക് റൂമില്ല, ഫുഡില്ല. ഫുഡ് ഉണ്ട്, ഫുഡൊക്കെ തരുന്നത് വളരെ തുച്ഛമായിട്ട് വളരെ സന്തോഷത്തോടെയൊന്നും അല്ല നമുക്ക് അവർ ഫുഡ് തരുന്നത്. എന്തോ നമ്മൾ ചെന്ന് മേടിക്കുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളില്ലാതെ ഒരു സിനിമയും പിടിക്കാൻ പറ്റാത്ത ഈ സാഹചര്യത്തിൽ നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകളുടെ വില എന്താണെന്ന് അവരെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നമുക്കൊരു സംഘടന തന്നെ വേണം. അതുപോലെ തന്നെ നമുക്ക് ന്യായമായ പേയ്മെൻറ്റ് കിട്ടുന്നില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. അതുപോലെ നമുക്ക് സെറ്റിൽ വെച്ച് എന്തെങ്കിലും അപകടങ്ങളോ ഇതോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആര് തിരിഞ്ഞു നോക്കാനാണല്ലേ. നമ്മൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി നമ്മൾ അവിടെ സെറ്റിലെത്തുന്ന 7 മണിക്ക് സെറ്റെത്തുന്ന വരെ നമ്മുടെ കോർഡിനേറ്റർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക, എവിടെ വരെയായി, എന്തായി, എങ്ങനെയായി, എപ്പോഴായി എന്ന്. പക്ഷേ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോരുന്ന സമയത്തൊന്നും നമ്മൾ വീടെത്തിയോ, എങ്ങനെയാണ് എത്തിയത്, അയ്യോ പോവാനായിട്ട് വണ്ടി കിട്ടിയോ, ഇതൊന്നും നമ്മളോട് തിരക്കില്ല. പിന്നെ പൈസ ചോദിക്കുമ്പോഴാണ് 5-6 ദിവസം കഴിഞ്ഞ് പൈസയുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചാൽ പിന്നെ ചില കോർഡിനേറ്റർമാർ പറയും, ഓ പൈസ തരാം, ഞങ്ങൾ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന ഒരവസ്ഥയിലാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിനിമ ഒരു വ്യവസായം തന്നെയാണ്. ആ വ്യവസായത്തിൽ വെറും നമ്മൾ വെറും ഒരു വിലയുമില്ലാത്ത ഒരു കണ്ണികളായി തീർന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറ്റം ഉണ്ടാവാനായിട്ട് എല്ലാവരും ഒന്നിച്ച് ഒരു ചങ്ങല പോലെ നമ്മൾ കൈകോർത്ത് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്കിതിനെല്ലാം ഉയർച്ച നേടാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ കാണുമ്പോഴും നമ്മുടെ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്. നമുക്കൊരു സംഘടന വേണം. സംഘടന കൊണ്ടുള്ള നമുക്ക് നേട്ടങ്ങളുണ്ടാവാം, ചിലപ്പോൾ ചില ചെറിയ കോട്ടങ്ങളുണ്ടാവും. അത് ഏത് സംഘടനയിലും ഉള്ളതാണല്ലോ. അതെല്ലാം സഹിച്ച് നമുക്ക് മുന്നോട്ട് പോകണം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് കേട്ടോ കൂട്ടുകാരെ. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കേ, ബൈ.